ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷേഖ ദ ഹോം ഷെഫ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി, ഒരാഴ്ച കൂടുതലായി. എല്ലാവർക്കും ഷേഖ ദ ഹോം ഷെഫിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ തീയലാണ്. നമ്മൾ ഇപ്പോൾ എന്നും ചിക്കനും മീനും മട്ടനും എല്ലാം ആണല്ലേ കൂടുതലും, ഉച്ചയ്ക്കായാലും എപ്പോഴും ഫുഡ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. കൂടുതലും മീനില്ലാത്തൊരു ദിവസം പോലും ആർക്കും ഉണ്ടാവില്ല മിക്കവാറും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മളൊരു തീയലൊക്കെ വെച്ച് കഴിച്ചാൽ ഒരു വെറൈറ്റി ആവും. മീനിനേക്കാളും നല്ല ടേസ്റ്റോടുകൂടി നന്നായിട്ട് ചോറ് കഴിക്കാനും പറ്റും. നല്ല തേങ്ങ വറുത്തരച്ചൊരു തീയൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അതിനുവേണ്ടി എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി, തക്കാളി, വെണ്ടയ്ക്ക, ഒരു വലിയ കത്തിരിക്ക, പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചേമ്പൻ തട. നമ്മുടെ ചേമ്പൻ തട ഉണ്ടല്ലോ, ചേമ്പൻ തടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട്. ഇന്ന് നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. അതും ഈ തണ്ടിൻ്റെ ചെറിയ കട്ടി കുറഞ്ഞ പീസ് ഇത് വേണ്ട. കട്ടി കുറഞ്ഞ പീസ് മാറ്റിയിട്ട് ഈ കട്ടിയുള്ളതിനെ എടുത്തിട്ട് ഇതിൽ നിന്നുള്ള ഈ സൈഡിലുള്ള പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഈ സൈഡിലുള്ള ഈ ചിറക് പോലെ ഇരിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ പുറത്ത് തൊലിയുണ്ട്, ഈ സ്കിൻ ഇങ്ങനെ എടുത്ത് പീൽ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കത്തി കൊണ്ട് പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ വരും. നന്നായിട്ട് ഇതുപോലെ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത്, മറ്റതെല്ലാം നമ്മൾ വഴറ്റി അരപ്പ് വറുത്തരച്ചിടുന്നതിന് തൊട്ട് മുമ്പ് അരപ്പ് ഒന്ന് തിളച്ചതിന് ശേഷമോ ഇതിട്ടാൽ മതി. ഈ നമ്മുടെ ഈ ചേമ്പൻ തട ഒന്ന് ചൂടാകുമ്പോൾ തന്നെ വെന്ത് പോകും. സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വഴറ്റുന്ന വെണ്ടയ്ക്കും ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. ഇത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. തേങ്ങയും മല്ലിയും മുളകൊക്കെ വറുത്തിട്ട് അരയ്ക്കുന്നത് അത് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, അറിഞ്ഞൂടാത്ത കൊച്ച് സ്റ്റാർട്ടിങ്ങിൽ ഉള്ള, അതായത് കുക്കിംഗ് പഠിച്ച് തുടങ്ങുന്നവർക്ക് ഇപ്പോൾ തീയൽ വെക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ചേരുവകളൊക്കെ എല്ലാം അറിയണമെന്നില്ലല്ലോ. അപ്പോൾ പഠിച്ച് തുടങ്ങുന്നവർക്ക് അപ്പോൾ ഇത് നോക്കിയാലും മനസ്സിലാവും. പിന്നെ ഇത് കാണുമ്പോൾ, എൻ്റെ ഈ ചാനൽ കാണുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. ഇതുകൂടി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. മലക്കറി തീയലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ നന്നായിട്ട് ചിരകിയ തേങ്ങ വറുത്ത് നല്ല ബ്രൗൺ കളർ ആവണം, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമുക്ക് തീയിൽ വയ്ക്കാം. അതിനുവേണ്ടി ഞാൻ തേങ്ങ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം, ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിൽ പീസായി കിടക്കുന്ന തേങ്ങയൊക്കെ മാറ്റിക്കളയണം. അത് ഒരേ രീതിയിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരില്ല തേങ്ങ. ഈ തേങ്ങയിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. സെയിം ടൈമിൽ തന്നെ ഞാനൊരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾ വേവിച്ചെടുക്കുന്ന, ഈ തേങ്ങ വറുത്ത് എടുക്കുന്ന ടൈമിൽ നമുക്ക് വെജിറ്റബിളും അതുപോലെ തന്നെ വേവിച്ചെടുക്കാം. ഒരേ ടൈമിൽ തന്നെ നമുക്ക് തേങ്ങയും വറുത്ത് കിട്ടും, വെജിറ്റബിളും വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ വളരെ എളുപ്പം, പെട്ടെന്ന് കറി ആക്കിയെടുക്കാൻ പറ്റും.
ചീനച്ചട്ടിയിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക്, ഒരു 1/4 സ്പൂൺ വീതം ഉലുവ, മുളക്, ഇതിലേക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, കത്തിരിക്ക, തക്കാളി, വെണ്ടയ്ക്ക എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇതിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതിനു മുമ്പ് പല രീതിയിലുള്ള തീയലിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് എല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള തീയലുകളാണ്. ഒന്ന് കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കയറി കണ്ടാൽ ഉപകാരപ്പെടും. അങ്ങനെ നല്ല കളറും എല്ലാ കളറും കൂടെ ചേർന്ന് നല്ല ഭംഗിയുള്ളൊരു കളറും, അതുപോലെ തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം. ഇതിനൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഈ വെജിറ്റബിൾ നമുക്ക് ഒരു 10 മിനിറ്റ് വേണ്ട, എന്നാലും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വെജിറ്റബിളിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. എല്ലാം പെട്ടെന്ന് വേകുന്നതാണ്. കത്തിരിയായാലും വെണ്ടയ്ക്ക, തക്കാളി, ചെറിയ ഉള്ളി എല്ലാം ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വേകുന്ന വെജിറ്റബിളാണ് എല്ലാം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഞാൻ തേങ്ങ മൂപ്പിച്ചത് തന്നെ. ഇനി അതേപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് അതായത് ഒരു സ്പൂൺ മല്ലി, പച്ചമല്ലി, 1 സ്പൂൺ പച്ചമല്ലിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുന്നതിനേക്കാളും ഇങ്ങനെ നമുക്ക് ഫ്രഷായിട്ടുള്ള മുളകും മല്ലിയിട്ട് വറുത്ത് വയ്ക്കുന്ന തീയൽ നല്ല ടേസ്റ്റാണ്. കാശ്മീരി മുളകും മുളകും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി വറുത്തെടുക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടാണ്. ചേമ്പിൻ തടയെന്നും ചേമ്പിൻ തണ്ടെന്നൊക്കെ പറയും. ഇത് ഇവിടെ നമുക്കിതിലേക്കിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്ക് പീസെല്ലാം വെന്തിരിക്കും. ഈ ചേമ്പിൻ തട നമ്മുടെ വെജിറ്റബിൾ പീസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിത് മിക്സിയിൽ അടിച്ച് വെച്ച് വറുത്ത തേങ്ങയും മല്ലിയും മുളകും പുളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി വറുത്തിട്ട് മിക്സിയിൽ അടിച്ച്
പുളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടിച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം തന്നെ ചേർക്കാം. തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഒരു 5 മിനിറ്റ് മതി. ജസ്റ്റ് ഒന്ന് ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ കറി റെഡിയാവും. ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അടിപൊളി തീയലാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വറുത്ത് അരച്ചതിൻ്റെ മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള തീയലാണിത്. നാട്ടുപുറങ്ങളിൽ എല്ലാവരും ഇതുണ്ടാക്കാറുണ്ടാവും. പിന്നെ സിറ്റികളിലൊക്കെ ഉള്ളവർക്ക് ടൈമുള്ളപ്പോൾ അവരുണ്ടാക്കും. പിന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അത്ര ടേസ്റ്റുള്ള ഒരു തീയലാണിത്.